നിങ്ങളുടെയൊക്കെ സ്വന്തമായിരുന്നു ജി സുധാകരൻ അല്ലേ? ഇന്ന് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. അദ്ദേഹം വാശിയോടെ തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. പൊതുവെ അമ്പലപ്പുഴയിലെ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അതെല്ലാം ഈ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? എങ്ങനെയാണ് വോട്ടർമാരെ നിങ്ങൾ നേരിടാൻ പോകുന്നത്? അമ്പലപ്പുഴയിലെ പാർട്ടിയുടെ അകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, ഒരു പ്രശ്നവുമില്ല. വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നും ഇടതുപക്ഷം വിട്ട് UDFൻ്റെ ഭാഗമായ ജി സുധാകരൻ ഇല്ല എന്നുള്ളതാണ്. എന്തുണ്ടായിട്ടുണ്ടെങ്കിലും അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നപ്പോഴാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നപ്പോഴാണ് വികസനം നടത്തിയിട്ടുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിന്നപ്പോഴാണ് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു. ജി സുധാകരനേക്കാൾ വലിയ നേതാക്കന്മാർ അമ്പലപ്പുഴയിൽ CPIM-നുണ്ടായിരുന്നു. സഖാവ് VS-നോളം വലിയ നേതാവല്ല ജി സുധാകരൻ, അല്ലെങ്കിൽ സഖാവ് ഗൗരിയമ്മയോളം ത്യാഗം അനുഭവിച്ച നേതാവുമല്ല ജി സുധാകരൻ. പക്ഷെ ഓർക്കേണ്ടത്, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയതിനേക്കാൾ കൂടുതൽ പരിഗണന VS ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയായി. പക്ഷെ തവണ പരിശോധിച്ചാൽ, അമ്പലപ്പുഴയിലെ തവണ മത്സരിച്ച ടേം പരിശോധിച്ചാൽ, അവർക്ക് രണ്ടുപേർക്കും കിട്ടിയതിനേക്കാൾ വലിയ പരിഗണന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്ത നേതാവായിരുന്നു ജി സുധാകരൻ. അപ്പോൾ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒരു വർഷക്കാലം മുന്നേ തന്നെയുള്ള നല്ല പ്ലാനിങ് ആയിരുന്നു. നല്ല പ്ലാനിങ്ങോടുകൂടി UDF-ആയിട്ട് കൈകൊടുത്ത് മത്സരിക്കുകയാണ്. അത് അമ്പലപ്പുഴയിലെ ജനങ്ങൾ നേരിട്ട് പരാജയപ്പെടുത്തും, അതിൽ തർക്കമൊന്നുമില്ല. ഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി സഖാവ് സലാം ജയിക്കും. അതാണ് അമ്പലപ്പുഴയിലെ ചിത്രം. അതാണ് ഇവിടെ തൊഴിലാളി വർഗത്തിന് സ്വാധീനമുള്ള ജില്ലയാണ്. അതിൽ അമ്പലപ്പുഴ മണ്ഡലം പുതിയ മണ്ഡലമായി പുനഃക്രമീകരിച്ചതിന് ശേഷം രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ഇടതുപക്ഷത്തിനാണ്. എന്ന് പറഞ്ഞാൽ 4 തവണ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മണ്ഡലം ഉണ്ടായിട്ട് 4 തവണയായി. ഈ 4 തവണയും വലിയ മാർജിനിലാണ് ഇടതുപക്ഷം ജയിച്ചത്, വലിയ വ്യത്യാസത്തിലാണ് ജയിച്ചത്. സലാം 5 വർഷക്കാലം ഇപ്പോൾ ഒരു ടേമായി ഇരുന്നുള്ളൂ, പുതുമുഖമായി മത്സരിച്ചതാണ്. പക്ഷേ ഭൂരിപക്ഷം അഭിമാനകരമായിരുന്നു. അതെല്ലാം നാട്ടിലെ ജനങ്ങൾ വികസനം, LDFൻ്റെ വികസനം കണ്ടിട്ട് വോട്ട് രേഖപ്പെടുത്തിയതാണ്. ആ വികസനം തുടരും എന്ന് പറഞ്ഞാൽ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. അതിൻ്റെ ഭാഗമായിട്ടുള്ള വിധിയെഴുത്ത് മാത്രമേ അമ്പലപ്പുഴയിൽ നടക്കൂ, അല്ലാതെ ഒരു വിധിയെഴുത്ത് ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ജനങ്ങൾ നല്ല തിരിച്ചറിവാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിശ്വസിക്കുന്ന വോട്ട് ചെയ്യുന്ന ആളുകൾ, അമ്പലപ്പുഴയിലെ ജനങ്ങൾ ഇത് പുന്നപ്ര വയലാറിൻ്റെ മണ്ണാണെന്നും ഇവിടെ മിച്ചഭൂമി സമരം നടന്ന മണ്ണാണെന്നും ഇവിടെ വളച്ചു കെട്ടി പാവപ്പെട്ടവന് ഭൂമി കൊടുക്കാനുള്ള പോരാട്ടം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നും അങ്ങനെയുള്ള സ്ഥലവും പറമ്പും പേരുകളും ഒക്കെ ഉള്ള മണ്ണാണിത്. അങ്ങനെ ദിവാൻ ഭരണത്തിനെതിരായി, രാജവാഴ്ചയ്ക്കെതിരായി, പ്രായപൂർത്തി വോട്ടവകാശത്തിനെതിരായി വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ അവരെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം വോട്ടായി മാറും. അതിൽ നിന്നും ഒരു വോട്ടും എവിടേക്കും ചോർന്നു പോകില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഞങ്ങൾ പിന്നിടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന സത്യം.